കേരളത്തിൽ എറണാകുളം അറിയാം? എറണാകുളം എറണാകുളം വർക്ക് ചെയ്തു. വൈറ്റില. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ മിസോറാമിലാണുള്ളത്. മിസോറാമിൽ സൈറാങ് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. രാവിലെ 9 മണിയാണ് ഈ സമയം. ഫുൾ മഞ്ഞ് നിറഞ്ഞിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ്. എൻ്റെ തൊട്ട് പുറകിലൊരു ബ്രിഡ്ജ് കാണാം. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ ബ്രിഡ്ജിൽ ഒന്നാണ്. ഞാനിവിടെ മലയാളം സംസാരിക്കുന്ന സമയത്ത് ഒരു ഭായിനെ കണ്ടു. ഭായ് എവിടെയാണ് വർക്ക് ചെയ്തത്? ഭായ് റെയിൽവേ സ്റ്റേഷനിൽ. കേരളത്തിൽ എവിടെയാണ് വർക്ക് ചെയ്തത്? എറണാകുളം വർക്ക് ചെയ്തു. കാർ ഷോറൂം വൈറ്റില. വർക്ക് ചെയ്തിട്ടുണ്ട്. 7 വർഷം. 7 വർഷം കേരളത്തിൽ ജോലി ചെയ്ത ഭായിയാണ്. ഭായിൻ്റെ പേരെന്താ? വികാസ്. ആസാം. ഇപ്പോൾ ഇവിടെ റെയിൽവേ ഇലക്ട്രിക്കൽ വർക്ക്. ഓ സൂപ്പർ. ഭായി നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് കേട്ടോ. ഞാനാണ് ചിന്തിക്കുന്നത് മലയാളം എങ്ങനെ വിടുന്നത്. സൂപ്പർ. ഓക്കെ. അപ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഭായ് കേരളത്തിൽ എവിടെയാണ് അത്രയും നമ്മളോടുള്ള സ്നേഹം, കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്നേഹമാണെന്ന് തോന്നുന്നു കാണിക്കുന്നത്. അപ്പോൾ അത് വളരെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ റെയിൽവേ എത്തിച്ച സ്ഥിതിക്ക് നമുക്ക് മൂന്നാറിലേക്കും വയനാട്ടിലേക്കൊക്കെ എന്തായാലും ട്രെയിൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നും. കാരണം അത്രയും ഹിൽ ടോപ്പിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൽ എറണാകുളം അറിയാം? എറണാകുളം വർക്ക് ചെയ്തു. വൈറ്റില. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ മിസോറാമിലാണുള്ളത്. മിസോറാമിൽ സൈറാങ് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. രാവിലെ 9 മണിയാണ് ഈ സമയം. ഫുൾ മഞ്ഞ് നിറഞ്ഞിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ്. എൻ്റെ തൊട്ട് പുറകിലൊരു ബ്രിഡ്ജ് കാണാം. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ ബ്രിഡ്ജിൽ ഒന്നാണ്. ഞാനിവിടെ മലയാളം സംസാരിക്കുന്ന സമയത്ത് ഒരു ഭായിനെ കണ്ടു. ഭായ് എവിടെയാണ് വർക്ക് ചെയ്തത്? ഭായ് റെയിൽവേ സ്റ്റേഷനിൽ. കേരളത്തിൽ എവിടെയാണ് വർക്ക് ചെയ്തത്? എറണാകുളം വർക്ക് ചെയ്തു. കാർ ഷോറൂം വൈറ്റില. വർക്ക് ചെയ്തിട്ടുണ്ട്. 7 വർഷം. 7 വർഷം കേരളത്തിൽ ജോലി ചെയ്ത ഭായിയാണ്. ഭായിൻ്റെ പേരെന്താ? വികാസ്. ആസാം. ഇപ്പോൾ ഇവിടെ റെയിൽവേ ഇലക്ട്രിക്കൽ വർക്ക്. ഓ സൂപ്പർ. ഭായി നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് കേട്ടോ. ഞാനാണ് ചിന്തിക്കുന്നത് മലയാളം എങ്ങനെ വിടുന്നത്. സൂപ്പർ.